ഇടുക്കി കൂട്ടാറിൽ ഒരു തട്ടുകടയിൽ നടന്ന അതിക്രമത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. പണം നൽകുന്നതിനെ ചൊല്ലിയായിരുന്നു ആദ്യം തർക്കം തുടങ്ങുന്നത്. പിന്നെ നടന്നത് ഒരു കൂട്ടം മദ്യപന്മാരുടെ അഴിഞ്ഞാട്ടമാണ്. തട്ടുകട അടിച്ചു തകർത്ത് പണവും കൈക്കലാക്കി മുങ്ങി അക്രമികൾ. മർദ്ദനത്തിൽ കടയുടമയ്ക്കും ഭാര്യയ്ക്കും പരിക്കേറ്റു. ഇവർ നൽകിയ പരാതിയിൽ കമ്പംമെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. നെടുങ്കണ്ടം കമ്പമേട്ട് അന്തർ സംസ്ഥാന പാതയിൽ കൂട്ടാറിന് സമീപം പ്രവർത്തിക്കുന്ന ബിസ്മി തട്ടുകടയിലാണ് ആക്രമണം നടന്നത്. രണ്ടംഗ സംഘം ഭക്ഷണം കഴിച്ച ശേഷം പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തിലേർപ്പെടുകയായിരുന്നു. തുടർന്ന് കടയിലുണ്ടായിരുന്ന വസ്തുക്കളും ഭക്ഷണ സാധനങ്ങളും അടിച്ചു തകർത്തു. കട ഉടമയായ MM നൌഷാദിനെ നിലത്തിട്ട് മർദ്ദിച്ചു. ഇയാളുടെ ശരീരമാസകലം മർദ്ദനമേറ്റു. നൌഷാദിന്റെ കാലിന് പൊട്ടലുമുണ്ട്. യാതൊരുവിധ പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണമെന്ന് നൌഷാദ് പറഞ്ഞു. ഇവന്മാർക്ക് പൊറോട്ട എടുത്തു കൊടുത്തു, ഓംപ്ലേറ്റും ഫ്രൈയും എല്ലാം കൊടുത്തു. ഇവന്മാര് കൈയെല്ലാം കഴിയിട്ട് പൈസ തരാനായിട്ട് വന്നിട്ട് പൈസ തന്നില്ല. എന്നിട്ട് ഇവന്മാർ ഞങ്ങളെ അടിച്ചിട്ട് നമ്മുടെ സാധനങ്ങൾ മൊത്തം നഷ്ടപ്പെടുത്തി കളഞ്ഞു. മേശകത്ത് പറഞ്ഞ പൈസ എല്ലാം ഭാര്യ എടുത്തോണ്ട് പോയി. ഒറ്റ പൈസ ഇല്ലാതെ മൊത്തം ഭാര്യ എടുത്തോണ്ട് പോയി. ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയുവാനെത്തിയ ഭാര്യ റെജീന ബീവിയെ അക്രമി സംഘം ചവിട്ടി നിലത്തിട്ട് മർദ്ദിച്ചു. അച്ഛനെ അടിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ പിടിച്ചു മാറ്റാനായിട്ട് പോയപ്പോഴത്തേക്ക് എന്നെ ചവിട്ടി താഴെ ഇട്ട് ഞാൻ കസേരയിൽ നിന്ന് താഴെ വീണ് എന്റെ കാല് പിടിച്ച് ഞാൻ അവിടെ വീണു. ഒരു തരത്തിലും ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. നേരത്തെ ഇതിനു മുമ്പ് ഇതുപോലുള്ള പരിപാടി ഇവന്മാർ നടത്തിയിട്ടുണ്ട്. കടയിൽ നിന്ന് 10,000 രൂപ നഷ്ടപ്പെട്ടതായും പരാതിയുണ്ട്. പരിക്കേറ്റ ദമ്പതികൾ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കമ്പംമെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.